പോകുമ്പോ എന്നെ കാണാൻ സ്റ്റൈൽ ആയിരിക്കണ്ടേ? ഇവർ ഡെയിലി മോർണിംഗ് വീട്ടിലേക്ക് വരും, എന്നെ റെഡിയാക്കിയിട്ട് പൊക്കോളും. അപ്പോഴേക്ക് ഇവള് കളത്തിലിറങ്ങി യുദ്ധം തുടങ്ങി കഴിഞ്ഞല്ലേ? ഓഫീസിൽ പോകുന്നത് ജോലി ചെയ്യാൻ വേണ്ടിട്ടല്ലേ, ഫാഷൻ ഷോയ്ക്കല്ലല്ലോ. ഓഫീസിൽ ജോലി ചെയ്യുന്നത് എന്റെ പാഷനാണ്. സ്റ്റൈലായിട്ട് പോകുന്നതിൽ എന്താ കുഴപ്പം ഏട്ടത്തി? ഇവര് ഓർഡിനറി ആർട്ടിസ്റ്റ് ഒന്നും അല്ല. ഓരോരുത്തർക്കും 25,000. വളരെ കോസ്റ്റ്ലി ആർട്ടിസ്റ്റ് ആണ്. ഓരോരുത്തർക്കും 25,000 രൂപയോ? അപ്പോ ഒരു മാസം ആകുമ്പോഴേക്കും 1,00,000 രൂപയോ? ഒരു മാസത്തേക്കല്ല, ഒരു ദിവസത്തേക്ക്. ഒരു ദിവസത്തേക്ക് 1,00,000 എന്ന് പറഞ്ഞാൽ എങ്ങനെ കാർത്തിക? നമ്മളിപ്പോ കോടീശ്വരന്മാരല്ലേ, നമ്മുടെ ചെലവ് ആ റേഞ്ചിലായിരിക്കണം. നമ്മളെ കാണാൻ സുന്ദരിയായിരിക്കുന്നതിന് ആഫ്റ്റർ ഓൾ 1,00,000 ചെലവാക്കിയ എന്താ തെറ്റ്? കമോൺ ഗേൾസ്, വന്നെന്നെ റെഡിയാക്കൂ. എന്താ വസു ഇത്, കാർത്തിക ഇങ്ങനെയൊക്കെ ചെലവാക്കുന്നത്? അഖിൽ ഇങ്ങനെയൊരു അവസ്ഥയിൽ ഇരിക്കുമ്പോ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ വസു? അന്ന് ജോലിക്കാരെയൊക്കെ വിളിച്ചു വരുത്തി, ഇപ്പതേ ഇവരെയും. കാർത്തിക് എന്താ തലയ്ക്ക് വെളിയില്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വാവ്, രാജകീയ ജീവിതം എന്ന് പറഞ്ഞ ഇതാടി. ഞാൻ രാത്രി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, രാവിലെ ആയപ്പോ തന്നെ തുടങ്ങിയല്ലേ? ദാറ്റ് ഈസ് കാർത്തിക ആന്റി. കാർത്തികേ, നിനക്ക് ഈ ഐഡിയ പറഞ്ഞു തന്ന ഞാനല്ലേ? നിനക്ക് ചെയ്തു തരുന്നതൊക്കെ എനിക്കൂടി ചെയ്തു തരാൻ പറയടി. വയസ്സാം കാലത്ത് ആന്റിക്ക് എന്തിനാ ഇതൊക്കെ? ഇത് നോക്ക്, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നേ. എന്റെ സ്വപ്നം എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഞാനും സുന്ദരിയായിട്ട് റെഡിയായിട്ട് ഓഫീസിലേക്ക് വരാനാടി. അവിടെ ആരെങ്കിലും മനസ്സിലായി. നിങ്ങളുടെ പുതിയ ലവ് സ്റ്റോറി തുടങ്ങാനായിട്ടല്ലേ? ശരിയല്ലേ? അതെ, ആ ഐഡിയ തന്നതിനെങ്കിലും എനിക്കൊരു മേക്കപ്പ് ഇട്ടുതരാൻ പറ. ഓക്കെ, എനിക്ക് മേക്കപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക്. ശരി. അഖിലിന് വേണ്ടി നമ്മൾ ഓഫീസ് ഓപ്പൺ ചെയ്യാന്ന് കരുതിയപ്പോ കാർത്തിക് എന്തിനാ വസു ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഒരു ദിവസം 1,00,000 എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? പണം ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ ദൂർത്തടിക്കാമോ? സ്വത്ത് തിരികെ കിട്ടിയെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആഡംബരം കാണിക്കാൻ തുടങ്ങിയ വീണ്ടും കടക്കാരായി മാറും. കാർത്തികയ്ക്ക് അത് മനസ്സിലാവുന്നില്ല ചേച്ചി. അത് പറഞ്ഞ് മനസ്സിലാക്കണം. അഖിലിന് വിഷമം ഉണ്ടാകാനും പാടില്ല. എത്ര തവണ പറഞ്ഞാലും അവളുടെ സ്വഭാവം മാറില്ല വസു. അന്ന് അങ്ങനെ, ഇന്നിങ്ങനെ. കുറഞ്ഞത് അഖിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയെങ്കിലും അവളൊന്ന് ചിന്തിക്കണ്ടേ? ഞാനിതൊന്ന് ഏട്ടനോട് പറഞ്ഞു നോക്കട്ടെ ചേച്ചി.
എന്താ വസുന്ധര ഇങ്ങനെ നോക്കുന്നേ? എത്ര നാളുകൾക്ക് ശേഷം ഞാൻ ഏട്ടനെ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെന്ന് പറഞ്ഞ എങ്ങനെ? ഒരു കാലത്തെ സംസ്കൃതി ഇവന്റ്സിലെ ചെയർമാനെ പോലെ ഗംഭീരായിട്ടും ആഡംബരമായിട്ടും ശാന്തമായിട്ടും ചിരിച്ച മുഖത്തോടു കൂടി ഏട്ടനെ ഇങ്ങനെ കണ്ടിട്ട് എത്ര നാളായി. ഏട്ടന് എന്റെ ദൃഷ്ടി പെടാതിരിക്കട്ടെ. എന്തായി ചെയ്യുന്ന വസുന്ധര? ഏട്ടന് ദൃഷ്ടിപ്പെടാതിരിക്കാൻ ദൃഷ്ടിപ്പൊട്ട് വെച്ചതാ. ആണുങ്ങൾക്കൊക്കെ അങ്ങനെ ദൃഷ്ടിപ്പെടുവോ? അതെന്താ ദൃഷ്ടിപ്പെടാത്ത? അല്ലെങ്കിൽ തന്നെ ഏട്ടൻ സുന്ദരനല്ലേ? പോരാത്തതിന് ഇന്ന് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. വേറെ ദൃഷ്ടി എന്തിനാ? ഏട്ടന് എന്റെ ദൃഷ്ടി തന്നെ പെടും. ഭർത്താവിന് ഭാര്യയുടെ ദൃഷ്ടി വിടുവോ? ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ദൃഷ്ടി പെടുമെന്ന് ഏട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. സൗന്ദര്യമുള്ള ആളുകളെ ആര് വേണമെങ്കിലും ദൃഷ്ടിപ്പെടും. അതിനി ഭർത്താവിന്റെ ദൃഷ്ടിയാണെങ്കിലും ശരി. അപ്പൊ ഞാൻ പറഞ്ഞ ആ കൗണ്ടർ താൻ എന്റെ നേരെ തന്നെ തിരിച്ചടിക്കാൻ നോക്കുവാണല്ലേ? കട ഒന്നും വെക്കാൻ പാടില്ലെന്നല്ലേ? ആ, പലിശയും വെക്കാൻ പാടില്ലെന്നാ. പലിശ എന്താ? ആ, ഞാൻ തനിക്ക് തന്നത് അങ്ങനെ തിരിച്ചു തന്നാ നന്നായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞു വന്നത്. ഇതങ്ങ് പിടിച്ചോ. എന്ത്, ഈ കോഫിയാണോ? അതെ, അതിൽ കോഫി പൗഡറും പാലും ഷുഗറും ഒക്കെ കലർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ കോഫിയെ കുറിച്ചല്ല. പിന്നെ പുറത്ത് താൻ പാവത്തെ പോലെ കാണിക്കും. എന്താ പകുതിയിൽ നിർത്തിക്കളഞ്ഞ്? ഒന്നുമില്ല. പറയുന്നേ. പറഞ്ഞാൽ തനിക്ക് ചിലപ്പോ ഫീലാവും. അതൊന്നും ഉണ്ടാവില്ല, പറഞ്ഞേ. സ്ത്രീകളുടെ സംസാരത്തിന്റെ അർത്ഥം വേറെ. ഇപ്പൊ ഫീൽ ചെയ്യില്ലെന്ന് പറയും, എന്നാൽ അത് കഴിഞ്ഞാൽ പ്രതികാരം ചെയ്യാനും തുടങ്ങും. എന്നെ കണ്ടപ്പോ ഏട്ടൻ അങ്ങനെയാണ് തോന്നിയേ? താൻ സുന്ദരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ, എന്നാൽ ഈ ലോകത്ത് സൗന്ദര്യത്തെക്കാൾ അപകടകരമായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോ ഞാൻ ഏട്ടൻ ആപത്താണെന്നാണോ? ഒരു വിധത്തിലില്ല, എന്നാൽ ഒരു വിധത്തിലുണ്ട്. ഏത് വിധത്തിലുണ്ട്, ഏത് വിധത്തിലില്ല? അതൊക്കെ എന്തിനാ താൻ അറിയുന്നത്? പറഞ്ഞേ പറ്റൂ. തന്നെ പറ്റി തനിക്കറിയില്ലേ? എന്നെ പറ്റി എന്താ വിചാരിക്കുന്നേന്നോ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമില്ലേ? ഒന്നിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പാടില്ല. ബുദ്ധിപരമായിട്ട് ഒളിച്ചോടാൻ ശ്രമിക്കണ്ട, പറഞ്ഞേ പറ്റൂ. താൻ തന്നെ ആലോചിച്ച് നോക്ക്. ഏട്ടൻ എന്താ വിചാരിക്കുന്നെന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? എന്നെ കുറിച്ച് തനിക്കറിയാലോ. ഞാൻ എങ്ങനെ ചിന്തിക്കുന്ന പോലും തനിക്കറിയാം. എന്നെ പോലുള്ള സ്ത്രീകളുടെ സംസാരം മാത്രമല്ല, ഏട്ടനെ പോലുള്ള ആണുങ്ങളുടെ വിചാരങ്ങൾക്ക് വരെ വേറെ അർത്ഥം ഉണ്ടാവും. ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുന്ന ഏട്ടനോട് കാർത്തികയുടെ ഈ കാര്യം എങ്ങനെ പറയും? അത് പറഞ്ഞാൽ ചിലപ്പോ ഏട്ടന് വിഷമാവും. എന്താണോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ പറ്റിയാണോ അതോ തന്നെ കുറിച്ചാണോ? നമ്മളെ പറ്റി. ഏട്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇത്രയും സുന്ദരനായും സന്തോഷമായിട്ടിരിക്കണം. മനസ്സിൽ ദൈവത്തോട് അതാ പ്രാർത്ഥിക്കുന്നത്. താനും പണ്ടത്തെ പോലെ തന്നെ റെഡിയാവണം. എന്നിട്ട് എല്ലാവർക്കും കൂടി ഓഫീസിലേക്ക് പോകും. ശരി ഏട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിരിക്കുക. പെട്ടെന്ന് ഓഫീസിലേക്ക് പോവാം. ഹലോ, എന്താ അർജന്റായിട്ട് കാണണമെന്നോ? ഞാൻ ഇപ്പൊ തന്നെ വരാം.
അർജന്റായിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണല്ലോ അവിടുന്ന് കോൾ വന്നത്. എന്തായിരിക്കും കാര്യം? എന്തിനായിരിക്കും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്? നമസ്കാരം. അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്താ കാര്യം? വാട്ട് ഈസ് ദിസ്? ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് എല്ലാം റിലീസായില്ലെന്നോ? വീട് മാത്രമേ കിട്ടിയിട്ടുള്ളൂന്നോ? ഓക്കെ, മനസ്സിലായി. മറ്റ് പ്രോപ്പർട്ടീസ് കൂടെ കിട്ടാൻ വേണ്ടി കുറച്ച് നാൾ കൂടെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നല്ലേ? എനിവേ, താങ്ക് യു സോ മച്ച്. പ്രോപ്പർട്ടീസ് എല്ലാം റിലീസായെന്ന് കരുതി എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇപ്പോൾ വീട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് അറിഞ്ഞാൽ എല്ലാവരും ഡിസപ്പോയിൻ്റ് ആവും. ഈ കാര്യം വീട്ടിൽ ആരും അറിയാൻ പാടില്ല. അതുമാത്രമല്ല, സംസ്കൃതി ഈവൻസ് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. കാശില്ലാതെ ഓഫീസ് ഓപ്പൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈവൻസും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഓഫീസ് ഓപ്പണിംഗ് നിർത്തിവെക്കാം. ഫേസ് വാഷ് ചെയ്യാൻ വരും. കാർത്തികയ്ക്ക് കൂടുതൽ ചെയ്തിട്ട് എനിക്ക് കുറച്ച് ചെയ്ത പോലെ തോന്നുന്നേ. എന്റെ മുഖം കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി കൂടുതൽ മേക്കപ്പ് ഇടണം. ആ, ആ, ആ. ഇതോടെ എന്റെ വയസ്സ് ഉള്ളതിൽ പാതിയായിട്ട് കുറയും. കാർത്തികയെക്കാളും എന്നെ കാണാൻ എങ്ങാവും. ഏട്ടാ, ഒന്ന് വേഗം റെഡിയായിക്കേ. നമുക്ക് ഓഫീസിൽ പോവാൻ സമയമായി. ഞാൻ എപ്പോഴേ റെഡിയാണ്. നീയാ ലേറ്റ് ആവുന്നേ. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. വാ പോവാം. ചെറിയച്ചൻ ഈ ഡ്രസ് ഇട്ടാ മതി, നന്നായിട്ടുണ്ടാവും. ഞാൻ ചെറിയച്ചന് തല ചെയ്യി തരാം. ഞാൻ ചെറിയച്ചന് ഷൂസ് ഇട്ട് തരാം.
വാവ്, വളരെ നന്നായിട്ടുണ്ട്. ഞാൻ നിന്നേക്കാൾ സുന്ദരിയായിരിക്കടി. മുഖം കഴുകി വരുമ്പോ കണ്ടോ നീ? അയ്യോ അയ്യോ, എന്റെ മുഖം, എന്റെ മുഖം, അയ്യോ അയ്യോ അയ്യോ, എന്റെ മുഖം, എന്റെ മുഖത്തിന് എന്ത് പറ്റി? അയ്യോ അയ്യോ, എന്റെ മുഖം എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ലടാ. ഇവരാ ഏതാണ്ടൊക്കെ ചെയ്തത്. അയ്യോ എന്റെ മുഖം, അയ്യോ. നിങ്ങളുടെ മുഖത്തിന് എന്ത് പറ്റി ഇളയമേ? എന്താ മുഖം മുഴുവൻ ഇങ്ങനെ കറുത്തിരിക്കുന്നത്? പറയളേമേ, എന്താ മൂത്ത് വരെ തേച്ചത്? ഞാനൊന്നും ചെയ്തിട്ടില്ലടാ. ഇവരാ എനിക്ക് മേക്കപ്പ് ഇട്ട് തന്നത്. ഇവരെന്നെയും മേക്കപ്പ് ചെയ്തല്ലോ, എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ല. നിങ്ങൾ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. ഏയ്, എന്താ സംഭവിച്ചെന്ന് പറ. അത് ഇവർ ചെയ്ത മേക്കപ്പ് കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചുകൂടി എടുത്ത് തേച്ചടാ. മേക്കപ്പ് സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുഖം കറുത്തു പോയത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യൂടി? ഇതെങ്ങനെയാ ശരിയാക്കുന്നേ? എന്നെ കാണാൻ ഇപ്പൊ കരിമ്പൂതത്തെ പോലെ ആയടി. ഒരാവശ്യമില്ലാതെ ഞാൻ കൂടുതൽ മേക്കപ്പ് ഇട്ടല്ലോ ഈശ്വര. ഈ വിവരമൊക്കെ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് അറിയണമായിരുന്നു. ദുരാഗ്രഹം മനസ്സിൽ വന്നാൽ ഇങ്ങനെ സംഭവിക്കും. ഈ മുഖം വെച്ച് ഞാൻ ഇനി എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? ആർക്കും എനിക്ക് മുഖം കാണിക്കാൻ പറ്റില്ലല്ലോ. ഇനി എന്ത് ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. നിർത്തടാ. എന്റെ മുഖം എങ്ങനെ ഇരിക്കുന്ന കണ്ട് നിങ്ങളൊക്കെ ചിരിക്കുന്നോ? എന്റെ സൗന്ദര്യം ഇല്ലാതാവുന്നത് കണ്ട് നിങ്ങൾക്കൊക്കെ സന്തോഷാണല്ലേ? ഇളയമ്മയുടെ മേക്കപ്പ് ഇടാൻ ഞങ്ങൾ പറഞ്ഞോ? നിങ്ങളെ കുഴിച്ച കുഴിയിൽ നിങ്ങൾ വീണു അല്ലേ? ഈ പ്രായത്തിൽ ഈ മേക്കപ്പ് ഒക്കെ വേണമായിരുന്നോ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ ഇളയമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ക്രീം കൊടുക്കണേ. വേഗം എനിക്കൊന്ന് വെളുക്കണം. വേഗം. എന്റെ മുഖം എങ്ങനെയായി പോയല്ലോ. നിന്നൊക്കെ ഞാൻ കൊണ്ടോളാടാ. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയാ മതി. ഇതുകൊണ്ട് വാഷ് ചെയ്താ പോവല്ലോ. ഞാൻ സുന്ദരിയാവല്ലോ. തീർച്ചയായും. ഇളയമേ, പതുക്കെ. അയ്യോ. എന്റെ സൗന്ദര്യം തിരിച്ചു കിട്ടി. എന്റെ മുഖത്ത് സൗന്ദര്യം വന്നു. എക്സലന്റ്. ഏയ്, ആരും ചിരിക്കല്ലേ. വളരെ സീരിയസ് മാറ്റർ ആണ്. പെട്ടെന്ന് റെഡിയായേ, ഓഫീസിൽ പോണം. സ്വത്ത് മുഴുവൻ കിട്ടുന്നതുവരെ വീട്ടിലെ ചിലവ് കുറച്ചൊന്ന് കുറയ്ക്കണം. ഇല്ലെങ്കിൽ കടക്കാരനായി മാറും. വീണ്ടും കഷ്ടപ്പെടേണ്ടതായി വരും. പ്രോപ്പർട്ടീസ് മുഴുവൻ തിരിച്ച് കിട്ടുന്നവരെ ഫാമിലിയെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചാൽ മതിയാവും. ആദ്യം സംസ്കൃതി ഇവൻസും ഓഫീസും ഓപ്പൺ ചെയ്യുന്നില്ലെന്ന് എല്ലാവരെയും അറിയിക്കണം. വസു, ഞങ്ങൾ റെഡി. റെഡിയായോ? ഏട്ടൻ എന്താ ഇതുവരെയും വരാത്തെ? വന്നല്ലോ. ഏട്ടനെ പറ്റിയാ സംസാരിച്ചോണ്ട് നിന്നെ. പെട്ടെന്ന് എങ്ങോട്ടാ പോയത്? അത് ഞങ്ങളെല്ലാരും റെഡിയായിരിക്കണം. അബി വന്നുടനെ ഓഫീസിലേക്ക് പോകാന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കുക. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്വന്തം ഓഫീസിലേക്ക് പോവാൻ പോവുക അബി. ഒരുപാട് സന്തോഷമുണ്ടടാ. എനിക്ക് വേണ്ടിയല്ലേ ഏട്ടാ ഓഫീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ. ഒരുപാട് നന്ദി ഏട്ടാ. ഒരു ജോലിയും ചെയ്യാതെ ഈ വീട്ടില് എങ്ങനെ സമയം തള്ളി നീക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടാ. ഇന്ന് ഞങ്ങളാരും സ്കൂളിലും പോയില്ലച്ചാ. ലീവ് എടുത്തു.
കാരണം ഞങ്ങളും ഓഫീസിലേക്ക് വരുന്നുണ്ട് അച്ഛാ. ഓഫീസ് കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ. അച്ഛാ, ഓഫീസിൽ പോയതിനു ശേഷം ആദ്യം ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരണം, കൂടാതെ ചോക്ലേറ്റും വാങ്ങി തരണം. ഇന്ന് ഓഫീസിന്റെ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പാർട്ടിയും തരണം. എല്ലാവരും ഓഫീസ് ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് അത് വേണ്ടെന്ന് ഞാൻ ഇവരോട് എങ്ങനെ പറയും? എന്താ ഏട്ടന്റെ മുഖം വല്ലാതിരിക്കുന്നെ? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അബി? എന്താ പറ്റിയെന്ന് പറ. രാവിലെ എവിടെ പോയിട്ട് വന്നതാ അബി? എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. എനിത്തിങ് സീരിയസ് ഏട്ടാ? എന്താ പറ്റിയത്? ഇവരോട് ഇപ്പോൾ ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ എല്ലാവരും ഡിസപ്പോയിന്റ് ആവും. ആ കില്ല എനിക്ക് അത് കൂടുതൽ ബാധിക്കാം. എന്താണെങ്കിലും പറയോ. രാവിലെ സന്തോഷത്തോടെ ഇരുന്നതല്ലേ, പുറത്തു പോയിട്ട് വന്നപ്പോ മുഖം ഡള്ളായല്ലോ. എന്തു പറ്റി ഏട്ടാ? ഒന്നുമില്ല വസുന്ധര, ഓഫീസ് ഓപ്പണിങ്ങിന് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത് ആക്ച്വലി പിന്നെ അരമണിക്കൂറിനുള്ളിൽ നല്ല മുഹൂർത്തമുണ്ടെന്നാണ് പൂജാരി പറഞ്ഞത്. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഓഫീസിലെത്തണം, മനസ്സിലായോ? ഓക്കെ, പെട്ടെന്ന് പോകണം. ഇപ്പൊ തന്നെ ടൈമായി. ഞങ്ങൾ റെഡിയാണ് അബി, നീ പറഞ്ഞ ഉടനെ പുറപ്പെടാം. എല്ലാരും ഇല്ലല്ലോ, ആരോ മിസ്സായിട്ടുണ്ടല്ലോ. വേറെ ആരാ? കാർത്തികയും ഇളയമ്മയും. അവരിനി റെഡിയായില്ലേ? അവര് ഭയങ്കര ഒരുക്കത്തിലാണോ അബി? മനസ്സിൽ എന്തോ വിഷമം വെച്ചിട്ട് ഏട്ടൻ പുറമെ ചിരിക്കുന്നതാ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവരോട് പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറയും. ഞാനൊരു 2 മിനിറ്റിലേക്ക് വരാം. എൻ്റെ കുടുംബം എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവരോട് ഞാൻ സത്യം പറയില്ല, വസുന്ധരയോടും പറയില്ല. ഇനി എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മേക്കപ്പ് മെറ്റീരിയൽ ഒന്നും തൊടാൻ പാടില്ല ആന്റി. ചത്താൽ ഇനി ഞാനത് തൊടില്ലടി. അല്ലെങ്കിലും നിന്നെ പോലുള്ള ആവറേജ് പെണ്ണുങ്ങൾക്കാ മേക്കപ്പ് വേണ്ടത്. എന്നെ പോലെ നാച്ചുറൽ ബ്യൂട്ടിക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടി. പിന്നെ എന്തിനാ ധൃതി പിടിച്ചത്? ഞാൻ വെറുതെ ട്രൈ ചെയ്താടി. വാ പോവാം. വാ ആന്റി. ഒരു മിനിറ്റ്. ഓഫീസ് തുറന്ന ഉടനെ ചെയർമാന്റെ സീറ്റിൽ നീയല്ലേ ഇരിക്കാൻ പോന്നേ? അത് ഇന്നലെ ഫിക്സ് ചെയ്ത കാര്യമല്ലേ. സംസ്കൃതി ഇവന്റ്സ് ചെയർമാൻ ഞാൻ തന്നെയാണ്. വസു ആ പോസ്റ്റ് കയറിയിരിക്കാൻ ശ്രമിക്കും. നീ അതിന് സമ്മതിക്കരുതടി. അഭിയേട്ടൻ പോയി ഇരുന്നാലും ശരി, എഴുന്നേപ്പിച്ചിട്ട് ഞാൻ പോയിരിക്കും. അഭിയും വസു അല്ലാതെ ഓഫീസിൽ നിന്നെ നേരിടാൻ ആരുണ്ടാവരുത്. യെസ് ആന്റി, ഇന്നു മുതൽ ഈ വീട്ടിലും ഓഫീസിലും എന്റെ ഭരണമേ നടക്കൂ.